ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 2 ദിയ സന റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലെ ആങ്കറിനെ നമ്മൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് ദിയ സനയുടെ ഡബിൾ സ്റ്റാൻഡുകൾ വളരെ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ആങ്കറായിട്ടുള്ള റോഹൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ റിയലി അപ്രീഷിയേറ്റ് റോഹൻ once again. So നമുക്ക് അതിന്റെ കുറച്ച് വിഷ്വൽസിലേക്ക് പോകാം. ഒരു ബ്യൂട്ടി വ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേനെ വരെ വെളിയിലേക്ക് കാണിക്കുന്നു. അതായത് എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിൽ പല പല തരത്തിലുള്ള തുമ്മലും ചീറ്റലും ചൊറിയലും തലചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനെയൊക്കെ പിടിച്ചിടുക, ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ളൊരു സർവ്വസഹജമായിട്ടുള്ളൊരു സാധനമാണ്. ഈ കോണ്ടന്റ് ഇല്ല, ഞാൻ കുടിക്കത്തില്ല. അതായത് ഞാൻ കണ്ടാൽ, അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇടുന്നൊരു ചായ തന്നാ ഞാൻ കുടിക്കില്ല. ഞാൻ പ്രതികരിക്കുന്ന സാധനത്തിനല്ല പറഞ്ഞത്, ഞാൻ അതായത് നോർമലി മനുഷ്യന്മാരുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസുകൾ ഉണ്ട്. ഇത് നമ്മൾ കണ്ടാൽ, നമ്മൾ ചെയ്തത് കാണിച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യർ ചെയ്യുന്നതാണ്. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഇതൊക്കെ ആളുകൾക്ക് കാണിക്കാം. ഇത് പ്രശ്നമില്ല എന്നാണോ എന്ന് പറയുന്നത്, അതോ ഇതൊക്കെ കാണിക്കുന്നതിൽ തെറ്റില്ല, ഇതിലൊക്കെ തെറ്റ് കാണുന്ന എന്താണോ, ഇതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോ നമുക്ക് എന്ന് സാധനം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദിയാസിനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അഖിൽ മാരാറിൻ്റെ വിഷയം തന്നെയാണ്. അഖിൽ മാരാറിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. പിന്നെ വന്നിട്ട് ദിയാസന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ജാസ്മിനെതിരെയുള്ള സൈബർ അറ്റാക്സിനെ കുറിച്ചുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡിലേക്ക് വരുവാണെങ്കിൽ, ഇവർ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജാസ്മിൻ ചായയിൽ തുമ്മിയിട്ട ഒരു കാര്യമാണ്. അപ്പോൾ ജാസ്മിൻ ചായയിൽ തുമ്മിയിട്ട ഒരു വിഷയത്തിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ളതെന്നാണ്. നമ്മളെല്ലാവരും നഖം കടിക്കാറുണ്ട്, തല ഇങ്ങനെ ചൊറിയാറുണ്ട്, പിന്നെ മൂക്ക് ഇങ്ങനെ പിടിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തുമ്മാന്നുള്ളതും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. സോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ജാസ്മിനും അവിടെ ചെയ്തിട്ടുള്ളത് എന്നാണ് ദിയാസന ഈ ഒരു ഇന്റർവ്യൂവിൽ വാദിക്കുന്നത്, ജാസ്മിന് വേണ്ടി വാദിക്കുന്നത്. അപ്പോൾ ദിയാസനയുടെ അടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, തുമ്മിയത് ഓക്കെയാണ്. ബട്ട് എന്താണ്, നമുക്ക് ചെറുപ്പം മുതലേ നമുക്ക് തണുപ്പോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, തുമ്മൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ നമ്മൾ സ്കൂളിലൊക്കെ വിടുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അതിൽ കർച്ചീഫ് തന്നോളൂ അല്ലേ. അപ്പോൾ നമ്മൾ കർച്ചീഫ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ കർച്ചീഫ് വെച്ചിട്ട് ഇങ്ങനെ തുമ്മുമ്പോൾ ഇങ്ങനെ പിടിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ചെറുപ്പം മുതൽ നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അപ്പം ഓക്കെ, അവിടെ ജാസ്മിൻ്റെ കയ്യിൽ, ജാസ്മിൻ കിച്ചണിലായിരുന്നു, ജാസ്മിൻ്റെ കയ്യിൽ കർച്ചീഫ് ഉണ്ടായിരുന്നില്ല, അവൾ തുമ്മി, ദാറ്റ്സ് ഫൈൻ. ബട്ട് അതിനുശേഷം അവൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൂൾ ആറ്റിറ്റ്യൂഡിൽ ആ ഒരു ചായ തന്നെ തുമ്മിയിട്ട് ആ ഒരു ചായ തന്നെ എല്ലാവർക്കും അവൾ കൊണ്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ആക്ടിനെയാണ് നമ്മൾ എല്ലാവരും വിമർശിച്ചത്, തുമ്മുന്നതിനല്ല നമ്മൾ വിമർശിച്ചിരിക്കുന്നത്. സോ തുമ്മിയതിന് ശേഷം അവൾ എടുത്തിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ആ ചായ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ആക്ടിനെയാണ് നമ്മൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരിക്കലും തുമ്മിയിട്ടിട്ടുള്ള ഒരു ചായയോ അല്ലെങ്കിലോ എന്തൊരു ഫുഡും ആവട്ടെ ഞാൻ ഒരിക്കലും എൻ്റെ ശത്രുവിന് പോലും കൊണ്ട് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടിനെ ഉദ്ദേശിച്ച് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയരുത്. അതിനെ ഒരിക്കലും ന്യായീകരിച്ചിട്ട് എല്ലാവരും ജാസ്മിനെ പോലെയാണ്, എല്ലാവരും ചെയ്തൊരു കാര്യമാണ് ജാസ്മിൻ ചെയ്തതെന്ന് ഒരിക്കലും ദിയ ചേച്ചി പറയാൻ പാടില്ല എന്നാണ് എനിക്ക് ദിയ ചേച്ചിൻ്റെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഇതിനെതിരെ റോഹൻ നല്ല കിടലനായിട്ട് ഒരു മറുചോദ്യം ദിയാസന ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ചായ ആരെങ്കിലും തുമ്മിയിട്ട് തരുകയാണെങ്കിൽ ദിയാസന കുടിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ അവർ നോ എന്നുള്ള ഒരു ആൻസർ തരുന്നുണ്ട്. സോ ഇവിടെയാണ് ദിയാസനയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് റോഹന് അത് പോയിന്റ് ഔട്ട് ചെയ്യുകയും അത് എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടും റോഹന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴേക്കും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുമ്മിയതല്ല ഒരു പ്രോബ്ലം, ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്തതാണ് ഒരു പ്രോബ്ലം എന്നായിരുന്നു. അപ്പോൾ അതിനും നമ്മുടെ റോഹൻ്റെ കയ്യിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു
ആൻസർ ഉണ്ടായിരുന്നു. അതായത് ജാസ്മിൻ എന്താണോ അവിടെ കാണിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ബിഗ് ബോസ് അവിടെ കാണിച്ചിട്ടുള്ളത്, ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബിഗ് ബോസ് ജാസ്മിനെ വിളിച്ചിട്ട് മോളെ ഒന്ന് ചായയിൽ തുമ്മ് ഞങ്ങളൊന്ന് ടെലികാസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഒരിക്കലും ജാസ്മിൻ്റെ അടുത്ത് പറയില്ലല്ലോ. അപ്പോൾ അവിടെയും നമ്മളെ ദിയ ചേച്ചിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ വാക്കുകളില്ലാത്തപ്പം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ എന്താണോ ചെയ്യുന്നത് ആ സെയിം കാര്യം ഇവിടെ ചേച്ചി പുറത്തും കാണിക്കുന്നുണ്ടായിരുന്നു റോഹന്റെ അടുത്ത്. അതിന്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയാം റോഹൻ, നീ കുറെ നേരമായിട്ടിരുന്ന് സംസാരിച്ച് ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിലിട്ടോണ്ടിരിക്കുവാണ്. നീ പർപ്പസായിട്ട് നിന്റെ എന്താ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. ഞാൻ ചോദിക്കുന്ന മര്യാദ തന്നിട്ടാണ് ഞാൻ വന്നിരുന്നത് നിന്റെ ഞാൻ അതേ മര്യാദയിലാണ് സംസാരിക്കുന്നത്. എവിടെയാണ് ഇതിൽ മര്യാദക്കേടായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ നീ ഡബിൾ സ്റ്റാൻഡിൽ അല്ലെന്ന് നീ പറഞ്ഞില്ല. ഡബിൾ സ്റ്റാൻഡിൽ അന്ന് ഞാൻ സംസാരിച്ചു നിന്റെ ഡബിൾ സ്റ്റാൻഡിൽ. റോഹൻ അനാവശ്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത് പ്രൊവോക്ക് ചെയ്യുന്നത് ശരി തന്നെയാണ്. നിനക്ക് ആളുകളെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. മര്യാദ കാണിച്ച് സംസാരിക്കുന്നത് പറഞ്ഞൊരു കാര്യത്തിന് മര്യാദ കാണിച്ച് സംസാരിക്കണം. മര്യാദക്ക് സംസാരിക്കും. എവിടെ ഉത്തരവില്ലാതെയാവുമ്പോ എവിടെ ഉത്തരവില്ലാതാവുമ്പോ പിന്നെ ഞാൻ പറഞ്ഞ തെറ്റുകളെ 3 പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറഞ്ഞതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ സംസാരിക്കും. എന്തിനു പിന്നെ നീ ഒരുപാട് കോപ്പിൽ വർത്താനം സംസാരിച്ചത് അല്ലെ? ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ സ്വഭാവം ഇത് ബിഗ് ബോസ് അല്ല, ഇത് ബിഗ് ബോസ് അല്ല. എന്റെ സ്വഭാവം മാറ്റും. പക്ഷെ എവിടെയാണെങ്കിലും എന്റെ ആറ്റിറ്റ്യൂഡിനെ നീ ഡബിളാക്കാൻ വേണ്ടി ഇതിലൂടെ ദിയ ചേച്ചി വന്നിട്ട് ജാസ്മിന് പറ്റിയ ഒരാളാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടുപേരും ഒരേ നിലവാരം തന്നെയാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. രണ്ടുപേർക്കും അതിനുള്ള കഴിവില്ല എങ്ങനെയാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും മാച്ച് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ദിയ ചേച്ചി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. രണ്ടുപേരും ഒരേ തട്ടിലുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിയ ചേച്ചി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ജാസ്മിൻ ആണെങ്കിൽ ഇത് ജാസ്മിന്റെ വീടല്ല എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. കാരണം ജാസ്മിന്റെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ വീട്ടുകാർ അമ്മയും അച്ഛനും ഒക്കെ അവരതൊക്കെ ക്ഷമിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും മറ്റുള്ള കണ്ടസ്റ്റൻസ് അത് ക്ഷമിച്ചു കൊടുക്കണമെന്നില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യണമായിരുന്നു ജാസ്മിൻ. നമ്മൾ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാം. പക്ഷെ നമ്മൾ അത്രയും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ കാണിക്കുക എന്നുള്ളത് ആണ് ശ്രമിക്കേണ്ടിയിരുന്നത്. ദിയ ചേച്ചി പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ജാസ്മിന് കിട്ടുന്ന സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത് അത്രയും വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്സ് തന്നെയാണ് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. നല്ലൊരു മനഃശക്തിയുള്ള ആളായിട്ടാണ് എനിക്ക് ജാസ്മിന് തോന്നിയിട്ടുള്ളതെങ്കിലും അതിഭീകരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്സ് തന്നെയാണ് അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമൻസ് ഒക്കെ പറയാം. അവരെന്താണ് അവിടെ കാണിക്കുന്നത് അത് നമുക്ക് വിമർശിക്കാം. പക്ഷേ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഹ്യൂമാനിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.